ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. നമ്മുടെ കയ്യിലൊരു 12 ഇഞ്ചിൻ്റെ ഒരു ഊഫറുണ്ട്. അപ്പോൾ അതിനൊരു ബോക്സ് മേടിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇപ്പോഴാണ് പറ്റിയിട്ടുള്ളത്. മുന്നേ നമുക്കുണ്ടായിരുന്നൊരു ബോക്സ് ചെറിയ രീതിയിൽ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം നമ്മൾ പുതിയൊരു ബോക്സ് മേടിച്ചിട്ടുള്ളതാണത്. ഇത് പലർക്കും പരിചയമുള്ളൊരു ബോക്സാണ്. തന്നെയാണ് ഒരു എൽ പോർട്ടാണ് വരുന്നത്. ഇതിന് നമുക്ക് പഞ്ച് ബോക്സ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ടൈപ്പ് സബ് ഊഫർ ബോക്സാണ് ഇത് വരുന്നത്. എനിക്കിത് ഏകദേശം നമുക്ക് റേറ്റ് വന്നിട്ട് വളരെ ചെറിയ റേറ്റാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ റേറ്റിന് ഈ സംഭവം കിട്ടാനുള്ള ഒരു കാരണം കൂടി ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ് ഊഫറിൻ്റെ ബോക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ളൊരു ബോക്സ് തന്നെയാണിത്. നല്ല രീതിയിൽ നമുക്ക് വെയിറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൽ എൽ പോർട്ടാണ് വരുന്നത്, കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഈ നെറ്റും അതേപോലെ ഈ വയറും കാര്യങ്ങളൊന്നും ഇതിനകത്തുനിന്ന് കൂടെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഞാൻ ഫിറ്റ് ചെയ്തിട്ടാണ്. ഇതും അതേപോലെ ഈ നെറ്റും അതേപോലെ ഈ വയറും ബനാന സോക്കറ്റും അതേപോലെ ആംബ്രാക്കും എല്ലാ കാര്യങ്ങളും ഞാനിതിൽ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോക്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വൃത്തിയിൽ ക്വാളിറ്റിയിൽ ഈ സംഭവം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത്. എനിക്കിതിന് ടോട്ടലായിട്ട് ഈ ഒരു സംഭവം ഇത് മേടിക്കാനായിട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നെറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഊഫർ ബോക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിന് ഏകദേശം നമുക്ക് റേറ്റ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 രൂപയാണ് മൊത്തത്തിൽ നമുക്ക് ഈ സാധനത്തിന് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഇതേ രീതിയിലൊരു പഞ്ച് ബോക്സ് വാങ്ങുന്ന സമയത്ത് എങ്ങനെ പോയാലും നമുക്ക് MDFൻ്റെ ഒരു സാധനം ഏകദേശം ഒരു 3000 രൂപ ഏകദേശം ആ റേറ്റ് വരും. അപ്പോൾ നമുക്ക് ഈ സംഭവം ഇത് വില കുറച്ച് കിട്ടാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിനാണ്. സാധാരണഗതിയിൽ നമുക്ക് സബ് ഊഫർ ബോക്സിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം MDF ആണ് ഏറ്റവും നല്ലത് നമുക്ക് സബ് ഊഫർ ബോക്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇത് പാർട്ടിക്കിൾ ബോർഡാണ്, കണ്ടോ. കണ്ടു കഴിഞ്ഞിട്ട് ഏകദേശം MDFൻ്റെ ഒരു കട്ടനയാണ്. സാധാരണ ഇതിൽ അറിയാത്ത ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഇത് MDF ആണെന്ന് തന്നെ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് സംഭവം പാർട്ടിക്കിൾ ബോർഡാണ്. പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് MDFനേക്കാൾ ഒന്നുകൂടി കുറച്ചുകൂടി താഴെ നിൽക്കുന്നൊരു ബോർഡാണിത്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സബ് ഊഫറിൻ്റെ ബോക്സ് മേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന സാധനമാണ്. എന്തായാലും നമ്മൾ ലോ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലൈവുഡ് ഉപയോഗിക്കണേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള കാര്യം നമ്മൾ ഇതേ രീതിയിലുള്ള പാർട്ടിക്കിൾ ബോക്സ് ഉപയോഗിച്ചിട്ട് സബ് ഊഫർ മേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ബോർഡ് ഉപയോഗിച്ച കാരണം കൊണ്ടാണ് ഈ സബ് ഊഫറിൻ്റെ ബോക്സിന് എനിക്കിതിൽ കുറച്ചുകൂടി റേറ്റ് കമ്മിയായിട്ട് കിട്ടാനുള്ള മെയിനായിട്ടുള്ള കാരണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ സബ് ഊഫർ ബോക്സ് ഫ്രണ്ടിൽ വെക്കുന്ന ഈ ഭാഗത്ത് കണ്ടില്ലേ കളർ ചേഞ്ച് കണ്ടോ. ഈ സാധനം എന്ന് പറയണത് ഈ ഭാഗത്ത് ഈ ഒരു ഫ്രെയിം മാത്രമായിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം നമ്മുടെ സബ് ഊഫർ അതായത് സബ് ഊഫർ സെറ്റ് ചെയ്യാൻ മാത്രമായിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ബോക്സിൻ്റെ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് HDF ആണ്. അതായത് നമ്മളെ ഈ പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറയുന്ന ഈ സാധനത്തിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ ഈ ഭാഗത്ത് വെക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ ബോക്സിന് വൈബ്രേഷൻ വരുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. കാരണം നമ്മുടെ ഈ സബ് ഊഫർ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ബോക്സിന് വൈബ്രേഷൻ വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നല്ല രീതിയിൽ സ്ക്രൂ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ പാർട്ടിക്കിൾ ബോർഡിന് ഇല്ലാത്തത് കാരണം കൊണ്ട് ആ സാധനം ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രൂ ലൂസാവാനും അതേപോലെ സബ് ഊഫറിന് പതർച്ച വരാനും സബ് ഊഫർ ചിലപ്പോൾ താഴേക്ക് വീഴാനൊക്കെ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഭാഗത്ത് മാത്രം പാർട്ടിക്കിൾ ബോർഡ് ഉപയോഗിക്കാതെ അവർ HDF അല്ലെങ്കിൽ MDF അല്ലെങ്കിൽ പ്ലൈവുഡ് ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഈ ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രൂ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിട്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗത്ത് അവർ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമുക്കിത് ഈ പാർട്ടിക്കിൾ ബോർഡ് തന്നെയാണ്, കണ്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ജോയിൻ്റ് കാര്യങ്ങളൊക്കെ അവർ പശ തേച്ച് നല്ല വൃത്തിക്ക് ഒട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്, കണ്ടോ. എല്ലാ ഭാഗത്തും കൂടി നല്ല രീതിയിൽ നമുക്ക് പശ തേച്ച് വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ളൊരു ബോക്സ് തന്നെയാണ്. കാരണം നമുക്ക് വെയിറ്റും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളൊരു സബ് ഊഫറിൻ്റെ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. കാരണം മറ്റേതിനൊക്കെ ഏകദേശം ഇതിൻ്റെക്കായി ഇരട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലോ നമുക്ക് ക്യാഷ് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ TS പാരാമീറ്റേഴ്സൊക്കെ നോക്കിയിട്ടൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ സബ് ഊഫറിൻ്റെ ഒക്കെ ബോക്സ് മേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ കോസ്റ്റ് നമ്മൾ അതിന് കൊടുക്കേണ്ടി വരും. കാരണം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബോക്സിൻ്റെ അളവ് കൃത്യമായിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ ഞാനെൻ്റെ സബ് ഊഫറിൻ്റെ ബോക്സ് കൊടുത്തിട്ട് ഞാൻ ജെമിനിയിൽ ഇട്ടിട്ട് നമ്മുടെ ഗൂഗിൾ ജെമിനിയിൽ ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു അളവ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1-2 കടയിൽ തപ്പിയപ്പോൾ ആ പറഞ്ഞ അളവിന് ഏകദേശം പാകാവുന്ന, അത് കൃത്യമല്ല എന്നാൽ ഏകദേശം ഒരു പാകാവുന്ന രീതിയിലുള്ള ഒരു ബോക്സാണത്. അപ്പോൾ ഞാൻ ടാപ്പ് കൊണ്ടുപോയിട്ട് അളന്നിട്ട് എടുത്തിട്ടുള്ള ഒരു ബോക്സാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ നമ്മളെ സബ് ഊഫർ ഉപയോഗിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പെർഫോമൻസ് കിട്ടുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ സബ് വൂഫർ ചെക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പാർട്ടിക്കിൾ ബോർഡ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ, ഒന്നാമത്തേത് ഇതിന് വെയിറ്റ് കമ്മിയായിരിക്കും. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഡാമ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതേപോലെ നമുക്ക് ബ്രേസിങ്ങും ചെയ്യേണ്ടി വരും. ബ്രേസിങ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതും ചെയ്യേണ്ടി വരും. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ടൊരു നമ്മൾ കറക്റ്റ് ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുള്ളൂ. കാരണം MDFനെ അപേക്ഷിച്ചിട്ട് ഈ പാർട്ടിക്കിൾ ബോർഡിന് കുറച്ച് ബലം കമ്മിയാണ്, അതേപോലെ നമുക്ക് വെയിറ്റ് കമ്മിയാണ്. അങ്ങനെ 1-2 കുറച്ച് പോരായ്മകളുണ്ട് ഇതിന്. ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു സംഭവമാണ് ഈ പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറയുന്നത്. വെള്ളം തട്ടാനും കാര്യങ്ങളൊന്നും പാടില്ല. വെള്ളം തട്ടി കഴിഞ്ഞാൽ വെച്ചാൽ പെട്ടെന്ന് ഈ സാധനം ചീർത്ത് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ കാരണം ഒരു കാരണവശാലും വെള്ളം തട്ടിക്കാവുന്ന ഭാഗത്തൊന്നും നമ്മൾ സബ് വൂഫർ കൊണ്ടുപോയി വയ്ക്കുക. സാധാരണ അങ്ങനെ ആരും ചെയ്യാറില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ ഈർപ്പം തട്ടാൻ വേണ്ടിയിട്ട് ഈ പാർട്ടിക്കിൾ ബോർഡിന് പാടില്ല. അപ്പോഴാണ് ഈ സാധനം ഡാമേജ് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് കാലം നമുക്ക് ഈട് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും നമ്മൾ ഈ ചീപ്പായിട്ടുള്ള പ്ലൈവുഡ് വെച്ചിട്ട് സബ് വൂഫർ ബോക്സ് ഉണ്ടാക്കണേക്കെ നല്ലത് ഇത് തന്നെയാണ്. പാർട്ടിക്കിൾ ബോർഡ് വെച്ചിട്ട് ധൈര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ പ്ലൈവുഡൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല. അതിൽ റെസൊണൻസൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പാർട്ടിക്കിൾ ബോർഡിന് അതിനെ അപേക്ഷിച്ച് പ്ലൈവുഡിനെ അപേക്ഷിച്ച് അത് കുറച്ച് കുറവായിരിക്കും. അത് കാരണമാണ് നമ്മൾ ഈ പാർട്ടിക്കിൾ ബോർഡ് മതി എന്ന് പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ MDF ആണ് ഏറ്റവും നല്ലത്. MDF അല്ലെങ്കിൽ HDF അതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ബോർഡ് തന്നെയാണ്. അതേപോലെ തന്നെ കണ്ടില്ലേ, ഇതിന് ബാക്കിലോട്ട് 2 ബനാന സോക്കറ്റ് ഉണ്ട്. ഇത് ഞാൻ തന്നെ ഫിറ്റ് ചെയ്താണ്. ഇത് ഫിറ്റ് ചെയ്യണേണ്ടി അതേപോലെ നമ്മളെ നെറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഞാൻ ആംബ്രാക്ക് പിടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഒരുമിച്ചിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോ അതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ചെക്കിംഗ് വീഡിയോ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സബ് വൂഫർ എന്ന് പറയുന്നത്. ഉണ്ടോ, ഒരു 12 ഇഞ്ചിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള സബ് വൂഫറാണ്. അത്യാവശ്യം ബാസും കാര്യങ്ങളൊക്കെ ഇന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് നമ്മുടെ ബോക്സിൽ ഫിറ്റ് ചെയ്യാൻ പോണത്. നമ്മൾ സബ് വൂഫർ എപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും കൃത്യമായിട്ട് തന്നെ കണക്ട് ചെയ്യണം. അതാണ് നമുക്ക് നമ്മളാ ഉദ്ദേശിച്ച പെർഫോമൻസ് കിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബോക്സിൻ്റെ അളവൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഏകദേശം നമുക്കിതിൻ്റെ ഡെപ്ത്ത് വരുന്നത് ഏകദേശം നമുക്ക് കണ്ടില്ലേ 19 ഇഞ്ചാണ് ഇതിൻ്റെ ഡെപ്ത്ത് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ വീതി വരുന്നത് നമുക്ക് കറക്റ്റായിട്ട് 15 ഇഞ്ചാണ് നമുക്കിതിൻ്റെ വീതി വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഹൈറ്റ് വരുന്നത് ഏകദേശം നമുക്ക് 17 ഇഞ്ചിൻ്റെ അടുത്താണ്. 17 ഇഞ്ചാണ് നമുക്കിതിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്കിതിൻ്റെ എയർ വെൻറ്റിൻ്റെ എൽപോർട്ടിൻ്റെ നമുക്ക് ലെങ്ത്ത് ഒന്ന് ജസ്റ്റ് നോക്കാം. കണ്ടോ, 17 ഇഞ്ചാണ് നമുക്ക് എൽപോർട്ടിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇത് ടോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞു 19 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ വരുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ എയർ വെൻറ്റും അതേപോലെ ആ എൽപോർട്ടിൻ്റെ ഭാഗവും അതേപോലെ നമ്മുടെ ബോക്സിൻ്റെ ഇതും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പോർട്ടിൻ്റെ വിഡ്ത്ത് വരുന്നത് കണ്ടോ 1.5 ഇഞ്ചാണ് നമുക്ക് പോർട്ടിൻ്റെ അളവ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇത് കണ്ടോ അതിന് ഒരു 18 mm പാർട്ടീഷൻ ബോർഡ് വെച്ചിട്ടാണ് നമുക്ക് ഈ സാധനം അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു പാട്ട് കേൾപ്പിച്ചെന്ന് കാണിച്ചു തരാം.
കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പഞ്ച് കിട്ടുന്നുണ്ട്. എത്രത്തോളം അത് ക്യാമറയിൽ കിട്ടിയണമെന്ന് അറിയില്ല. അപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.